അന്ന് രാത്രി സിദ്ധാർത്ഥിൻ്റെ റൂമിൽ നാളേക്കുള്ള ബാക്കി എല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു സിദ്ധാർത്ഥ്. ഗൗരി സങ്കടത്തോടെ അവൻ്റെ ബെഡിൽ തന്നെ അവൻ്റെ പ്രവൃത്തികൾ നോക്കി ഇരിപ്പാണ്. ഇടയ്ക്ക് സിദ്ധാർത്ഥ് അവളെ നോക്കിയപ്പോൾ കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്ന അവളെയാണ് കണ്ടത്. എന്താടോ, എന്തിനാ ഇത്ര വിഷമം? സിദ്ധാർത്ഥ്, നിങ്ങൾക്ക് ഈ പോക്ക് ക്യാൻസലാക്കാൻ പറ്റില്ലേ? അവളുടെ ചോദ്യം കേട്ട് മടക്കിക്കൊണ്ടിരുന്ന ഷർട്ട് സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണുപോയി. ഗൗരി, ഈ പോക്ക് ക്യാൻസലാകാൻ പറ്റില്ലടോ. ഇത് മിസ് ചെയ്യാൻ പറ്റാത്തൊരു മീറ്റിങ്ങിന് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ താൻ എന്തിനാ വിഷമിക്കുന്നത്? ഒരു മാസത്തെ കാര്യമല്ലേ? സിദ്ധാർത്ഥ്, ആ ഒരു മാസം പെട്ടെന്ന് കടന്നു പോകുമെന്ന് എനിക്കും അറിയാം. പക്ഷേ നമ്മുടെ എഗ്രിമെൻറ്റിലെ ഒരു മാസവും കുറയുകയാണ്. അത് മാത്രമേ ഉള്ളോ? സിദ്ധാർത്ഥ് അവൾക്ക് നേരെ മുഖം താഴ്ത്തി ചോദിച്ചു. അല്ല, നിങ്ങളെ അത്രയും ദിവസം കാണാതെ ഇരിക്കാൻ എനിക്കാവില്ല സിദ്ധാർത്ഥ്. നിങ്ങൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാണാതെ ഇരിക്കാൻ എനിക്കാവില്ല. ഇനിയുള്ള 4 മാസം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ് സിദ്ധാർത്ഥ്. അപ്പോഴാണ് സിദ്ധാർത്ഥ് എഗ്രിമെൻ്റ് ഓർത്തത്. തന്നെ ഗൗരി പറഞ്ഞത് ശരിയാണ്. ഇനി വെറും 4 മാസം മാത്രമേ അവർക്ക് മുന്നിൽ ഉള്ളൂ. ഇതിന് താൻ വിഷമിക്കുമല്ലല്ലോ വേണ്ടത്, സന്തോഷിക്കുമല്ലേ? കാരണം താൻ ആഗ്രഹിച്ചൊരു ലൈഫ് കിട്ടാൻ ഇനി 4 മാസം കൂടെയല്ല ഉള്ളൂ. താൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്ന്? ഇപ്പോൾ സമയമായപ്പോൾ താൻ വിഷമിക്കുന്നു. സിദ്ധാർത്ഥിനെ അവൾ ഇറുക്കി പുണർന്നു. തിരിച്ചവനും അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ വരുന്നത് വരെ എൻ്റെ ഭാര്യ സൂക്ഷിക്കണം. അനാവശ്യമായി ഒരു ബന്ധങ്ങളും പുതുക്കാൻ ശ്രമിക്കരുത് കേട്ടോ. അവളുടെ വാടിയ മുഖം കൈക്കൊമ്പിളിലെടുത്തുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. നിറഞ്ഞു വരുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അമ്മയും അച്ഛനും വരുന്നുണ്ട്. തന്നെ അങ്ങനെ അങ്ങ് ഒറ്റയ്ക്കാക്കി ഞാൻ പോകുമോ? ഞാൻ മടങ്ങി വന്നാൽ ഉടൻ താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ തന്നെ അറിയിക്കും. അവളുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു. മനസ്സിലായോ? അവൻ ചോദിച്ചു. മനസ്സിലായി എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. ഇപ്പോൾ പറഞ്ഞൂടെ? സമയമാവട്ടെ, അവനൊരു ചിരിയോടെ പറഞ്ഞു. ചെല്ല, സമയം ഒരുപാട് വൈകി. താൻ പോയി ഉറങ്ങിക്കോ. ചിലപ്പോൾ താൻ ഉണരും മുന്നേ ഞാൻ ഇറങ്ങും. രാവിലെ എന്നെ തിരക്കണ്ട. അവൾ പുറത്തേക്കിറങ്ങി സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. പിന്നീട് അവനെ ഒന്ന് വിളിച്ചു. സിദ്ധാർത്ഥ്, എന്താണ്, പോകുന്നില്ലേ? നാളെ പോകാൻ നേരം എന്നെ വിളിക്കുമോ? എന്തിനാ? എനിക്ക് സിദ്ധാർത്ഥിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ ആഗ്രഹമുണ്ട്. അവനൊരു ചിരിയോടെ അവളെ നോക്കി തലയാട്ടി. സന്തോഷത്തിൽ അവൾ റൂമിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ ഗൗരി ഉറക്കമുണർന്നപ്പോൾ സമയം 7 കഴിഞ്ഞിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് അവൾ പുറത്തേക്ക് നോക്കി. സിദ്ധാർത്ഥ്! അവളൊരു അന്തളിപ്പോടെ അവൻ്റെ റൂമിലേക്കാഞ്ഞു. റൂമിൻ്റെ ഡോർ തുറന്നു പുറത്തേക്കിറങ്ങിയത് താഴെ ഒരു ലെറ്റർ അവൾ കണ്ടു. ഓപ്പൺ ആക്കിയപ്പോൾ അത് സിദ്ധാർത്ഥ് അവൾക്ക് വേണ്ടി എഴുതി വെച്ചതായിരുന്നു. ഞാൻ വന്നിരുന്ന റൂമിൽ താൻ നല്ല ഉറക്കമായിരുന്നു. എഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് മാത്രം വിളിക്കാഞ്ഞത്. ഇനി വന്നിട്ട് കാണാം. പിന്നെ പറഞ്ഞതൊന്നും മറക്കരുത്, ശ്രദ്ധിക്കണം. അത് വായിച്ചത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സിദ്ധാർത്ഥ് ഇല്ലാത്ത വീട് ശരിക്കും ഒരു ശ്മശാന മുഖത നിറഞ്ഞതായിരുന്നു. ഒരു മാസം എങ്ങനെ തള്ളി നീക്കുമെന്നറിയാതെ അവൾ വിഷമിച്ചു. പതിവ് പോലെ അവൾ കോളേജിലേക്ക് പോയി. അമൃതയുണ്ടെങ്കിലും അവളുടെ ചിന്ത മുഴുവൻ സിദ്ധാർത്ഥിനെക്കുറിച്ചാണ്. ഒരു മാസം എങ്ങനെ തള്ളി നീക്കും എന്നറിയാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കെയാണ് കോളേജിൽ മേഘ എന്ന പെൺകുട്ടിയുടെ ഒരു ഗോസിപ്പ് പരന്നത്. മേഘ ഒരു കോടീശ്വര പുത്രിയാണ്. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ വർമ്മയുടെ അടുത്ത സുഹൃത്തിൻ്റെ മകൾ കൂടെയാണ്. മേഘ കുഞ്ഞിലെ മുതലേ സിദ്ധാർത്ഥിനെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു. വലുതായപ്പോൾ ആ ഇഷ്ടം വീട്ടിൽ പറയുകയും ചെയ്തിരുന്നു. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ വർമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചുവെങ്കിലും അതിനെപ്പറ്റി കൂടുതലൊരു സംസാരമുണ്ടായിട്ടില്ല. ഇന്നിതാ സിദ്ധാർത്ഥും മേഘയുടെ അച്ഛൻ മേനോനും കൂടെ ഫ്ലൈറ്റിലൊപ്പം ഇരുന്ന് ചെയ്യുന്ന ഫോട്ടോ വന്നിരിക്കുന്നു. എടി മേഘ കോളടിച്ചല്ലോ, ദേ നിൻ്റെ ആളും നിൻ്റെ ഡാഡിയും കൂടെ ഒപ്പം ഇരുന്ന് ഫോട്ടോ വന്നിരിക്കുന്നു. മേഘ ഒന്നും അറിയാത്തതുപോലെ ചിത്രയ്ക്ക് നേരെ നോക്കി. ദേ നോക്ക്, നിൻ്റെ ഡാഡിയുടെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത പിക്ചറാണ്. എൻ്റെ ഡാഡി ഇന്ന് ജർമ്മനിക്ക് പോകുവാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടതാവും. ഓ,
നിന്റെയൊക്കെ ഭാഗ്യം ഈ പോകുന്ന പോക്കിൽ സിദ്ധാർത്ഥ് വർമ്മയും നിന്റെ അച്ഛനും നിങ്ങളുടെ കാര്യം സംസാരിക്കുമോ മേഘ? ഓ അറിയില്ല. എനിക്ക് ഉറപ്പാ സിദ്ധാർത്ഥിന് എന്നെ ഇഷ്ടമാണെന്ന്. കാരണം കുഞ്ഞിലെ മുതൽ ഞങ്ങൾ അറിയുന്നവരല്ലേ. എന്നെ ഡാഡി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ തന്നെ സിദ്ധാർത്ഥ് നോ പറയില്ല. നിന്റെ യോഗം. സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ ഭർത്താവായി കെട്ടാൻ നീ പുണ്യം ചെയ്യണം. എന്താ ലുക്ക്! ഓഹ് മതി മതി, കണ്ണ് വെക്കല്ലേ ചിത്ര. ഇതെല്ലാം കേട്ട് ഗൗരി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഗൗരി, നിന്റെ സിദ്ധാർത്ഥ് കൈവിട്ട് പോകുമോ? അമൃതേ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അമൃതയുടെ ചോദ്യം കൂടി ആയപ്പോൾ ഗൗരിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. വൈകിട്ട് ബസ് കാത്തുനിന്ന് നിൽക്കുന്ന ഗൗരിക്കരികിലായി ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും അവളെ നോക്കി ചിരിക്കുന്ന അശോകിനെ കണ്ടതും അവൾ വിളറി നിന്നു. ഗൗരി വാ കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല അശോക്, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഗൗരി വാ കയറ്. അശോകിനെ കാണാൻ പോലും ഇനി ഇടവരല്ലേ എന്ന് പ്രാർത്ഥിച്ച ഗൗരിക്ക് അവനെ കണ്ടതും വല്ലാത്തൊരു വിമിഷ്ടമായിരുന്നു. ഇല്ലെന്നെത്ര പറഞ്ഞിട്ടും അവൻ പോകുന്നില്ലായിരുന്നു. അവസാനം ഗൗരി കാറിനടുത്തേക്ക് നടന്നു. പിൻസീറ്റ് ഓപ്പണാക്കാൻ നോക്കിയതും അശോക് പറഞ്ഞു, എടോ ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ ഇരിക്കാം. ഗൗരി വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അശോക് ഫ്രണ്ട് ഡോർ ഓപ്പണാക്കി കൊടുത്തു. മനസ്സില്ലാ മനസ്സോടെ അവൾ കയറിയിരുന്നു. ഗൗരി, താൻ ഇപ്പോഴും ആ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ തന്നെയാണോ? ആ അതെ. അങ്ങോട്ടേക്ക് ആണോ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടത്? ഗൗരി, തനിക്ക് തിരക്ക് വല്ലതും ഉണ്ടോ? അവൾ ഒന്നും ഓർക്കാതെ ഇല്ലെന്ന് പറഞ്ഞു. എങ്കിൽ നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് പതുക്കെ പോകാം. അവൾ വേണ്ടെന്ന് പറയാനാഞ്ഞതും അശോക് പറഞ്ഞു തുടങ്ങി. ഒന്നും പറയണ്ട, ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നതല്ലേ. നമുക്ക് കുറച്ചു നേരം എവിടെയെങ്കിലും ഇരുന്നിട്ട് പോകാം. പിന്നെ അവനോട് തർക്കിക്കാൻ അവൾ നിന്നില്ല. അവൾ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിൻ്റെ ചാറ്റ് എടുത്തു. പെട്ടെന്നാണ് അവൾക്ക് അവൻ്റെ മെസ്സേജ് വന്നത്. എവിടെയാ? അത് കണ്ടതും അവൾക്കുള്ളിൽ വല്ലാത്ത ഭയം തോന്നി. എങ്കിലും അവനോട് കളവ് പറയാൻ അവൾ ആഗ്രഹിച്ചില്ല. ഞാൻ അശോകിൻ്റെ കൂടെ. അത് വായിച്ചതും സിദ്ധാർത്ഥിൻ്റെ തല മുതൽ പെരുവരൽ വരെ വിറച്ചു കയറി. പക്ഷെ മറുപടിയായി വന്ന എന്ന് മാത്രം അവൻ അയച്ചു. കാറിൻ്റെ സൈഡ് മിററിലൂടെ പിന്നിലേക്ക് നോക്കിയിരുന്ന ഗൗരിക്ക് അതൊരു അതിശയം തന്നെയായിരുന്നു. പിന്നിൽ 5ൽ കൂടുതൽ കാറുകൾ നിരന്നു വരുന്നു. ഏതോ VIP അവരിലുള്ളതുപോലെ. അശോക്, വണ്ടി ഒന്ന് സൈഡാക്കി കൊടുക്ക്, അവർ പൊയ്ക്കോട്ടെ. ഗൗരി പറഞ്ഞു. ഗൗരി, ഞാൻ കുറച്ചു നേരമായി സൈഡാക്കുന്നു, പക്ഷെ അവർ പോകുന്നില്ല. പെട്ടെന്നൊരു മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വന്നു. സൂക്ഷിക്കണം, വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്, പേടിക്കണ്ട. പിന്നെ ഇനി ഇത് ആവർത്തിക്കരുത്. അവൾക്ക് മനസ്സിലായി, ആ വണ്ടികൾ എത്ര തന്നെ സ്ഥലം കൊടുത്താലും മുന്നിൽ കയറി പോകില്ല എന്ന്. കാരണം അത് സിദ്ധാർത്ഥിൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ്സ് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അശോക് നേരെ ഗൗരിയും കൂട്ടി പോയത് ഹോട്ടൽ സ്കൈയിലേക്കായിരുന്നു. അല്പനേരം ഇരുന്ന ശേഷം അശോക് സംസാരിക്കാനായി തുടങ്ങി. ഗൗരി, തനിക്ക് ആ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെ ജോലി മതിയാക്കിക്കൂടെ? എന്തിനാ തന്നെപ്പോലെ ഒരു പെൺകുട്ടി അവരുടെ ജോലി ചെയ്യുന്നത്? അശോക്, എന്നെ വിഷമഘട്ടത്തിൽ സഹായിച്ച ആളാണ് സിദ്ധാർത്ഥ്. അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ജോലിയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഗൗരി, ഞാൻ എല്ലാം അറിഞ്ഞു. തന്നെ കിരൺ ഒഴിവാക്കിയതും ആതിരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും എല്ലാം. ഇനി തൻ്റെ ജീവിതം ആ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെ ജോലിക്കാരിയായി ജീവിച്ചു തീർക്കാനാണോ തൻ്റെ ഭാഗം? അവളൊന്നും മിണ്ടിയില്ല. ഗൗരി, തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഇയാൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ഒന്നും മനസ്സിലാവാതെ ഗൗരി പുരിക ഉയർത്തി അശോകിനെ ഒന്ന് നോക്കി. ഇപ്പോൾ തൻ്റെ അവസ്ഥ എല്ലാം എനിക്കറിയാം. തന്നെ ഇപ്പോൾ സഹായിക്കാൻ എനിക്കേ പറ്റൂ. വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ഞാനേ ഉള്ളൂ തനിക്ക്. അതുകൊണ്ട് ഞാൻ തന്നെ വിവാഹം കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഗൗരിയുടെ മുഖത്തെ മാറ്റം അശോക് ശ്രദ്ധിച്ചു. ആ ആലോചന അവിടെ തന്നെ നിൽക്കട്ടെ. അശോക്, ഞാൻ പോകുവാണ്. ഗൗരി പോകാൻ ആഞ്ഞതും അശോക് തടഞ്ഞു നിർത്തി. ഗൗരി, താനിപ്പോൾ മറുപടി പറയണ്ട. ഒരു അടുക്കളക്കാരി ജീവിതം തീർക്കുന്നതിലും നല്ലതല്ലേ എൻ്റെ കൂടെ ജീവിക്കുന്നത്? താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഗൗരി അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങി നടന്നു. സിദ്ധാർത്ഥ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. മനസ്സിൽ അശോകിൻ്റെ വാക്കുകൾ ഒരു തീ പോലെ ആളിക്കത്തി. നല്ലൊരു കൂട്ടുകാരനായിരുന്ന അശോക് ഇപ്പോൾ തനിക്ക് പ്രൊപ്പോസലായി വന്നിരിക്കുന്നു. ആടി ഉലഞ്ഞ കാലുകൾ പറക്കി വെച്ചവൾ നടന്നു. പെട്ടെന്ന് ഒരു വലിയ മനുഷ്യൻ അവൾക്ക് മുന്നിൽ വന്നു. മാഡം വരൂ. അവൾ ചുറ്റിലും കണ്ണോടിച്ചു. അവിടെയെല്ലാം അവൾക്ക് മുൻപരിചയമുള്ള ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. മാഡം വരൂ. വീണ്ടും അയാൾ അവളെ വിളിച്ചു. അവൾ അയാളുടെ കൂടെ നടന്ന് കാറിൽ കയറി. തല വിൻഡോ സീറ്റിലേക്ക് ചാരി ഗൗരി ഇരുന്നു.
വണ്ടി പതിയെ അവിടെ നിന്ന് നഗരത്തിൻ്റെ തിക്കിലും തിരക്കിലേക്കും ഇറങ്ങി. വഴി മാറി കാർ പോകുന്നത് കണ്ട ഗൗരി ഒന്ന് ഭയന്നു. അല്ല, നമ്മളിതെങ്ങോട്ടാ? അവൾ ഡ്രൈവറോട് ചോദിച്ചു. മാഡം, ഇന്നു മുതൽ 1 മാസത്തേക്ക് മാഡത്തിനെ സിദ്ധാർത്ഥ് സാറിൻ്റെ അമ്മയും അച്ഛനും നിൽക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാനാണ് സിദ്ധാർത്ഥ് സാറിൻ്റെ ഓർഡർ. അത് കേട്ടതും അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അമ്മയെ കാണുക എന്നോർത്തപ്പോൾ തന്നെ അവൾക്ക് ചിരിയും കരച്ചിലും ഒപ്പം വന്നു. കാർ നേരെ അമ്മയുടെയും അച്ഛൻ്റെയും വർമ്മ നിവാസിലേക്ക് കയറി. അങ്ങോട്ടേക്ക് കാർ കയറിയപ്പോഴാണ് ഗൗരിക്ക് സമാധാനം തിരികെ കിട്ടിയത് തന്നെ. അവളെയും കാത്തുന്ന പോലെ അമ്മ ഉമ്മറത്ത് തന്നെയുണ്ട്. കാറിൽ നിന്നും ഇറങ്ങേണ്ട താമസം അമ്മ ഗൗരിയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. മോളെ ഗൗരി, സുഖമാണോ? ആശ അവളുടെ നെറ്റിയിലും തലയിലും തൊട്ടു തലോടിയും തിരക്കി. അതെ അമ്മ, സുഖം. അമ്മയ്ക്കോ? നല്ല ചോദ്യം. എൻ്റെ മോളും മോനും ഇല്ലച്ചാ. അമ്മ എന്തു പറഞ്ഞാലും അതിൽ സ്നേഹം മാത്രമേ ഉണ്ടാവൂ, അല്ലേ അമ്മേ? അതെ അതെ, എൻ്റെ മോൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്കതില്ല. മരുമകളെ കിട്ടിയല്ലോ, നിനക്കെന്നെ വേണ്ടേ അമ്മിണി? ദേ, നിങ്ങളോടും മോനോടും ഒരു 100 തവണയല്ല, ഒരു 101 തവണ പറഞ്ഞിട്ടുണ്ട്, മരുമകളല്ല എൻ്റെ മകളാണെന്ന്. ഇനി മരുമകൾ എന്ന് പറഞ്ഞ് വന്നാൽ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. അയ്യോ എൻ്റെ അമ്മിണി, അറിയാതെ വായിൽ നിന്നും വീണു പോയതാ. ഒരു കള്ളച്ചിരിയുടെ ഗൗരിയെ നോക്കി കണ്ണിറുക്കി ആശ. മോള് ചെന്ന് ഫ്രഷായി വാ, അമ്മ കഴിക്കാൻ എന്തേലും ഉണ്ടാക്കി വെക്കാം. ഇനി അമ്മയോട് തർക്കിച്ച് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൾ ഫ്രഷ് ആവാൻ മുകളിലേക്ക് കയറി. കുളി കഴിഞ്ഞിറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ഉറക്കെയുള്ള ശകാരം ഗൗരി കേട്ടത്. എന്താ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് തീരെ ശ്രദ്ധയില്ലാലോ. അല്ലെങ്കിലും നിനക്ക് പറഞ്ഞ പണിയല്ലിത്. ഗൗരി ഒരു നടുക്കത്തോടെ ആണ് അച്ഛൻ്റെ ചീത്ത കേട്ടത്. അച്ഛൻ അമ്മയെ വഴക്ക് പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ശരിക്കും സ്നേഹമില്ലേ, അതോ എന്നെ കാണിക്കാൻ വേണ്ടി? അവൾ ഒന്ന് ചിന്തിച്ചു. കുർത്തയുടെ ഷാൾ എടുത്ത് തോളിലിട്ടുകൊണ്ട് ഗൗരി താഴേക്കിറങ്ങി. അവിടെ തല താഴ്ത്തി ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്ന ആശയാണ് അവൾ കണ്ടത്. അച്ഛനൊരു കൈ ബലമായി മുറുക്കെ പിടിച്ചിട്ടും ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നത് പോലെയാണ് തോന്നുക. നെഞ്ചെടുപ്പടുക്കാനാവാതെ ഗൗരി അവർക്കരികിലേക്ക് വന്നു. അമ്മ, അച്ഛ, എന്തു പറ്റി? ഭയത്തിൽ താഴ്ന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. അപ്പോഴേക്കും അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ പൊട്ടിക്കരഞ്ഞു. അമ്മ, എന്തു പറ്റി? അമ്മയുടെ സങ്കടം അവളെ ഉലയ്ക്കാൻ തുടങ്ങി. എൻ്റെ മോളെ ഇങ്ങോട്ട് നോക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത്. അമ്മയുടെ മുറുകെ പിടിച്ച കൈ വിട്ടുകൊണ്ട് അച്ഛൻ പറഞ്ഞു. അച്ഛൻ കാണിച്ചു കൊടുക്കുന്ന അമ്മയുടെ കൈഭാഗം ചെറുതായി ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. എത്ര തവണ അമ്മയോട് പറയുന്നതാണെന്നറിയുമോ, അടുക്കളയിൽ കയറരുത്, കൈ പൊള്ളും മുറിയുമെന്നൊക്കെ. പക്ഷെ കേൾക്കില്ല. ഇപ്പോൾ കണ്ടോ, മോള് വന്നപ്പോൾ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്ത് കയറിയതാ. പണിക്കാരെ കൊണ്ടൊന്നും ചെയ്യിക്കാതെ അമ്മ തന്നെ എടുത്ത് പാചകം ചെയ്തിരിക്കുന്നു. അച്ഛൻ്റെ അമ്മയോടുള്ള കെയർ കണ്ട് അവൾക്ക് സങ്കടം വന്നു. ഇങ്ങനെയായിരുന്നു അവളുടെ അച്ഛനും അമ്മയും. അമ്മയ്ക്കൊരു മുറിവ് പറ്റുന്നത് പോലും അച്ഛന് സഹിച്ചിരുന്നില്ല. മോളെ, ഓർമ്മയിൽ നിന്നും ഉണർന്നത് അമ്മയുടെ ദയനീയ സ്വരം കേട്ടാണ്. അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല, അച്ഛൻ വെറുതെ ചീത്ത പറയുന്നതാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കെഞ്ചുന്ന അമ്മയെ കണ്ടവൾ പുഞ്ചിരിച്ചു. അച്ഛനും സിദ്ധാർത്ഥും അമ്മയെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഇത്രയും കാലം കൊണ്ടു നടന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മ, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞാനില്ലേ കുറച്ച് ദിവസത്തേക്ക്. ഫുഡെല്ലാം ഞാൻ ഉണ്ടാക്കി തരാം, അമ്മ ഒന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ തന്നെ അമ്മ എന്തിനു ചെയ്യണം? ഇവിടെ ജോലിക്ക് ആളുകളില്ലേ? മോൾക്ക് അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് തരാൻ തോന്നി. അമ്മയുടെ സ്നേഹം മാത്രം മതി. അത് കിട്ടാൻ അമ്മ പാകം ചെയ്ത ഭക്ഷണം തരണമെന്നൊന്നുമില്ല. അമ്മയുടെ ഈ കൈ കൊണ്ടൊന്ന് വാരി തന്നാലും മതി. അമ്മമാർ വാരിത്തരുന്നതിനും ഈ ലോകത്ത് ഏത് റെസ്റ്റോറൻറ്റിൽ കിട്ടാത്ത അത്ര ടേസ്റ്റാണ്. ആണോ മോളെ? അതെ അമ്മേ, അവൾ അമ്മയുടെ കവിളിൽ ചെറു ചുംബനം നൽകി പറഞ്ഞു. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എൻ്റെ മോൾ ഇപ്പോൾ ഉണ്ടായെങ്കിൽ അവൾ നിന്നെപ്പോലെ നല്ലൊരു മോളായിരിക്കുമല്ലേ? അമ്മ അവളോടായി നിറഞ്ഞ മിഴികളാൽ ചോദിച്ചു. അത് കേട്ടതും വർമ്മയ്ക്ക് വിഷമം തോന്നി. എന്താ ഈ പറയുന്നത്? ഇത് നിൻ്റെ മോളല്ലേ? ഇനി ഏത് മോളെ? എൻ്റെ അമ്മിണി, നീ ഇങ്ങ് വന്നേ, പൊള്ളിയത് ഡ്രസ്സ് ചെയ്തു തരാം. അമ്മയെ വിഷയം മാറ്റി കൊണ്ടുപോകുന്ന അച്ഛനെ കണ്ടവളുടെ മുഖത്ത് വിഷമവും സന്തോഷവും വന്നു നിന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കി ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടതും അവൾ വേഗം എടുത്തു നോക്കി. ഉറങ്ങിക്കോ, ഞാൻ തിരക്കിലാണ്, അല്പനേരം കഴിഞ്ഞാൽ ഫ്രീ ആയാൽ വിളിക്കാം. അത് കണ്ടതും ഫോൺ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൾ മലന്നു കിടന്നു.
പെട്ടെന്ന് തന്നെ നിദ്രാദേവി അവളെ തലോടി. രാത്രി 1 മണിയോടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഉറക്കത്തിൽ സിദ്ധാർത്ഥാണെന്ന് ഉറപ്പിച്ച് ഗൗരി ഫോൺ എടുത്തു. കഴിഞ്ഞോ? അവൾ എടുത്ത ഉടൻ തിരക്കി. മറുതലയ്ക്ക് നിന്നും എന്തെന്ന ചോദ്യമാണ് ഉയർന്നത്. ശബ്ദത്തിൽ മാറ്റവും എല്ലാമാണ് അവളെ ആശ്ചര്യപ്പെടുത്തി. അവൾ സ്ക്രീനിൽ നോക്കി. അത് സത്യത്തിൽ അശോകായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. ഉറക്കം പിന്നെ അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഫോൺ സൈലൻ്റ് ആക്കി അവൾ കണ്ണടച്ച് കിടന്നു. പക്ഷെ ഉറക്കം വന്നില്ല. ഇടയ്ക്ക് ഫോൺ കോൾസ് വരുന്നത് അവൾ അറിഞ്ഞെങ്കിലും അവളത് മൈൻഡ് ചെയ്തില്ല. അല്പനേരം കഴിഞ്ഞതും റൂമിൻ്റെ വാതിലിൽ 1-2 തട്ട് കേട്ടു. അവൾ വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന അച്ഛനെ കണ്ട് അവൾ സംശയത്തിൽ നിന്നു. എന്താ അച്ഛാ? മോളുടെ ഫോൺ സൈലൻ്റ് ആണോ? അവൾ പിന്നിലെ ടേബിളിലിരിക്കുന്ന ഫോൺ നോക്കി തിരികെ അച്ഛനെ നോക്കി പറഞ്ഞു. അതെ അച്ഛാ, മോളെ സിദ്ധാർത്ഥ് വിളിച്ചു. മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതാ അച്ഛൻ വന്നത്. മോൾക്ക് ബുദ്ധിമുട്ടായോ? അമ്മയെ വിടാഞ്ഞത്? അമ്മയെ വിട്ടാൽ അമ്മ പിന്നെ ഇവിടെ അങ്ങ് കൂടും. അതാ മോൾ ഉറക്കം വന്നില്ല എങ്കിൽ സിദ്ധുവിനെ ഒന്ന് വിളിക്ക്. അവൾ ചിരിയോടെ അച്ഛനോട് തലയാട്ടി. വാതിലടച്ച് ഫോൺ എടുത്തതും അതിൽ 18 മിസ്ഡ് കോൾസാണ്. അവൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് കോൾ ചെയ്ത്. ആദ്യ റിങ്ങിൽ തന്നെ സിദ്ധാർത്ഥ് എടുത്തു. അവൾ ചെറിയ ഭയത്തോടെയാണ് വിളിച്ചത്. അത്രയും നേരം വിളിച്ചിട്ടും എടുക്കാത്തതിൽ ദേഷ്യപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ ആ മുഖമാണ് മനസ്സിൽ വന്നത്. എന്നാൽ അവനിൽ നിന്നും പ്രതികരണം അവളെ അതിശയിപ്പിച്ചു. എന്താടോ, ഉറങ്ങിപ്പോയോ? അവൾ ചെറുചിരിയോടെ പറഞ്ഞു. ഇല്ല. എന്താ ഉറങ്ങാത്തെ? ഏയ് അറിയില്ല, ഉറക്കം വരുന്നില്ല. ഓ, എന്നെ മിസ് ചെയ്യുന്നത് കൊണ്ടാണോ? അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ ഒരു കണ്ണ് പതിയെ അടഞ്ഞു. പറ, എന്നെ മിസ് ചെയ്യുന്നോ? അയ്യടാ, എനിക്ക് മിസ് ചെയ്യുന്നൊന്നുമില്ല. ഇല്ലേ? ഇല്ല. പിന്നെ എന്തിനാ ബെഡിൽ വിരലുകൊണ്ട് കളം വരയ്ക്കുന്നത്? അവൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. കൈകൾ ബെഡിൽ ചിത്രപ്പണികൾ ചെയ്യുകയായിരുന്നു. സിദ്ധാർത്ഥ്, നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ വന്നോ? അവൻ്റെ പൊട്ടിപ്പൊട്ടിയുള്ള ചിരി കണ്ടിട്ട് അവൾ സംശയിച്ചു. എൻ്റെ ഭാര്യയെ നിന്നെ അറിയാൻ അങ്ങോട്ട് വരണമെന്നില്ല കേട്ടോടി.